തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ മാൻകൊമ്പും കുറുക്കൻ രോഗവും വിൽക്കാൻ ശ്രമിച്ച കേസിൽ 5 പേർ അറസ്റ്റിൽ. നെയ്യാറ്റിൻകര നഗരസഭയിലെ UDF കൗൺസിലറുടെ ഭർത്താവ് അടക്കമാണ് പിടിയിലായത്. കുറുക്കന്റെ രോമം ആഭിചാരക്രിയകൾക്കായി ഉപയോഗിക്കാനാണെന്നാണ് പ്രതികളുടെ മൊഴി. സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് വനം വകുപ്പ്. വിവരങ്ങളുമായി നമ്മോടൊപ്പം ഹാൻസ് ജോൺ ആണ് ചെയ്യുന്നത്. ഹാൻസ് ജോൺ, ഇത് എങ്ങനെയാണ് ഇവരെ പിടികൂടിയത്? എന്താണ് ശരിക്കും സംഭവം? ഈ ആഭിചാരക്രിയയുമായി ഒക്കെ ബന്ധപ്പെട്ടാണല്ലോ ഇപ്പോൾ കേസ് വന്നേക്കുന്നത്. അഞ്ജലി, ഇന്നാണ് ഈ പരുത്തുപ്പള്ളി വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ പരിശോധന നടത്തുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ 5 പേരെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. നെയ്യാറ്റിൻകര അറക്കുന്ന് എന്ന ഭാഗത്ത് പ്രവർത്തിക്കുന്ന ലൂണ ജ്യൂസ് കടയിൽ വെച്ച് ഈ വന്യജീവി അവശിഷ്ടങ്ങൾ കൈമാറാൻ ശ്രമിക്കുന്നതിനിടെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ 5 അംഗ സംഘത്തെ പിടികൂടിയത്. നെയ്യാറ്റിൻകര സ്വദേശി ജിംഷിൻ, എറണാകുളം സ്വദേശി ജയൻ, മനോജ്, PV ചെറിയാൻ, മാരായമുട്ട സ്വദേശി ഷിജുലാൽ എന്നിവരാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. വനം വകുപ്പിന്റെ ചോദ്യം ചെയ്യലിലാണ് ഈ കുറുക്കന്റെ രോമം ആഭിചാര ക്രിയകൾക്ക് നൽകാനാണ് അല്ലെങ്കിൽ അവയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത് എന്നുള്ള കാര്യം പ്രതികൾ പറഞ്ഞത്. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് വനം വകുപ്പ് കടന്നിട്ടുണ്ട്. ഇവ എവിടെ നിന്നാണ് ലഭിച്ചത്, ഇവ വിൽക്കാൻ ശ്രമിച്ചതിന്റെ പിന്നിലെ ലക്ഷ്യം, കൂടുതൽ ആളുകൾക്ക് ഈ കേസുമായി ബന്ധമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ വനം വകുപ്പ് പരിശോധിക്കും. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിലെ 1-ാം പ്രതിയായിട്ടുള്ള ജിംഷിൻ നെയ്യാറ്റിൻകര നഗരസഭയിലെ ഇരുമ്പിൽ വാർഡിലെ UDF കൗൺസിലർ പ്രവീണ്യ VS ഭർത്താവ് ആണെന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ഈ സംഘത്തിന് പിന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ വനം വകുപ്പ് പരിശോധിക്കുന്നുണ്ട്. ഈ 5 പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ റിമാൻഡും ചെയ്തിട്ടുണ്ട്. അഞ്ജലി. ശരി ഹാൻസ്, വ്യക്തമാണ്.